യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആ വിശ്വാസ ജീവിതം നയിച്ച് മരണപ്പെട്ടവരും ജീവിച്ചിരുന്ന ആ വിശ്വാസ ജീവിതം നയിക്കുന്നവരും മാത്രമേ നിത്യജീവന് യോഗ്യതയുള്ളവരായി തീരുകയുള്ളൂ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടുകയുള്ളൂ എന്നും ബാക്കിയുള്ള മരിച്ചുപോയവരും ജീവനോടെ ഉള്ളവരുമായ സകല മാനവരാശിയെ ദൈവം ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുമെന്നും ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്ന ഒരു രക്ഷാചിന്തയാണ്, ഒരു രക്ഷാ പഠനമാണ്. നരകത്തിൽ തള്ളുന്നതിനെക്കുറിച്ച് ഈ രക്ഷാചിന്തയിലുള്ള മറ്റൊരു വിശ്വാസമാണ്, ക്രിസ്തുവിനെ അറിയാതെ ക്രിസ്തുവിനെ വിശ്വസിക്കാതെ മരിച്ചുപോയവരെ നരകത്തിന് തുല്യമായ യാതനാ സ്ഥലത്തിലേക്ക് ദൈവം തള്ളിയെന്നും അവിടെ നിന്ന് ദൈവം അവരെ ഉയർപ്പിച്ച് ന്യായം വിധിച്ച് യഥാർത്ഥ നരകത്തിലേക്ക് തള്ളുമെന്നും ഈ രക്ഷാചിന്തയിലുള്ള വിശ്വാസമാണ്. ഈ രക്ഷാചിന്തയെ, ഈ രക്ഷാ പഠനത്തെ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഈ രക്ഷാചിന്ത അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം ക്രിസ്തുവിനെ നൽകിയത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാകുന്നുവെന്ന് 1 യോഹന്നാൻ 3:1 പറയുന്നു. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെയും ഈ രക്ഷാചിന്ത അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ രക്ഷാചിന്തയിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം കുറച്ചു പേർക്ക് നൽകപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് നൽകപ്പെടുന്നില്ല. വ്യക്തമായി പറഞ്ഞാൽ ദൈവം കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് ആ സ്നേഹത്തെ നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കിയുള്ളവർക്ക് തൻ്റെ ആ സ്നേഹത്തെ നൽകാതെ അവരെ നരകത്തിലേക്ക് തള്ളുന്നു. അങ്ങനെ വരുമ്പോൾ സകലത്തിലും പരിപൂർണനായ ദൈവം തൻ്റെ സ്വഭാവ സവിശേഷതയായ ആ സ്നേഹത്തിൽ പരിപൂർണനല്ല എന്നും ആ സ്നേഹത്തിൽ അവൻ മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്നും ഈ രക്ഷാപഠനം, ഈ രക്ഷാചിന്ത പ്രസ്താവിക്കുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ ദയയിൽ കരുണയിലൊക്കെ അവൻ പരിപൂർണനല്ല എന്നും അതിലും അവൻ മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്നും ഈ രക്ഷാചിന്ത പ്രസ്താവിക്കുന്നു, ഈ രക്ഷാചിന്ത സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണതയെ കാണിക്കുന്ന ദൈവം സ്നേഹമാകുന്നു എന്നുള്ള 1 യോഹന്നാൻ 4 അതിൻ്റെ 8 വാക്യത്തിന് എതിരാണ്, വിപരീതമാണ് ഈ രക്ഷാചിന്ത, ഈ രക്ഷാപഠനം. അതേപോലെ ദൈവം മുഖപക്ഷം കാണിക്കാത്തവനാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ള വാക്യങ്ങളായ അപ്പോസ്തല പ്രവൃത്തികൾ 10:34 എഫേസ്യർ 6:9 വാക്യത്തിനും എതിരാണ് ഈ രക്ഷാചിന്ത, ഈ രക്ഷാപഠനം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈ രക്ഷാചിന്തയിൽ, ഈ രക്ഷാപഠനത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആ യഥാർത്ഥ രക്ഷയെക്കുറിച്ച്, ആ സത്യമായ രക്ഷയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല, തിരിച്ചറിയണമെന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഈ രക്ഷാചിന്തയ്ക്കെതിരായുള്ള, ഈ രക്ഷാപഠനത്തിനെതിരായുള്ള ചോദ്യം, സകലത്തിലും പരിപൂർണനായ ദൈവം തൻ്റെ സ്വഭാവ സവിശേഷതയായ ആ സ്നേഹത്തിൽ പരിപൂർണനല്ല എന്നും ആ സ്നേഹത്തിൽ അവൻ മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്നും എന്തിന് സ്ഥാപിക്കുന്നു, എന്തിന് പറയുന്നു? എന്തിൻ്റെ അല്ലെങ്കിൽ എന്ത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത്? എന്ത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷകർ അങ്ങനെ പഠിപ്പിക്കുന്നത്?